വയനാട് സ്വദേശി ഏമേന്ദ്രനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിനകത്ത് മുഖ്യപ്രതിയായ ലീബ എന്ന സ്ത്രീയെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം 2024 ഏപ്രിൽ 1 കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഏമേന്ദ്രൻ്റെ ഭാര്യ ഒരു പരാതി കൊടുക്കുന്നത്. ഭാര്യ NM സുഭിഷ ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ല, അത് 2 ദിവസമായി. അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് ഒരു കേസെടുത്തു. വയനാട് സ്വദേശിയായ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. അപ്പം അവിടെ വെച്ച് മിസ്സിങ് ആയ സംഭവത്തിന് കാരണം ഇയാൾ പല ആൾക്കാരുമായിട്ട് ബിസിനസ് ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുണ്ട്, സ്വകാര്യ ചിട്ടിക്കമ്പനിയുണ്ട് ഇയാൾക്ക്, പിന്നെ റെൻ്റ് എ കാർ ബിസിനസ്സുണ്ട്. അങ്ങനെ 10-20 ലക്ഷത്തോളം ഇയാൾ പലർക്കും കൊടുക്കാനുമുണ്ട്, കടബാധ്യതയായി. സാമ്പത്തിക തകർത്തെ തുടർന്ന് ഇയാളെ വയനാട്ടിലുള്ള ചില ആൾക്കാർ ഇയാളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത്. അന്ന് അങ്ങനെയാണ് വിവരം ലഭിച്ചത്. പക്ഷേ ഇയാളുടെ ഭാര്യ മെഡിക്കൽ കോളേജിൽ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. കണ്ണൂർ സ്വദേശിയായ ലീബ എന്ന ഒരു സ്ത്രീ അയാളെ വിളിച്ചിരുന്നു. ആ ലീബയുടെ കെയർ ഓഫിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ പുറത്തേക്ക് പോയത് എന്നുള്ള വിവരം മെഡിക്കൽ കോളേജ് പോലീസിന് കിട്ടി. അങ്ങനെ ഇയാളെ കൊല്ലാനായിട്ട് ഇയാളെ വിളിച്ചു കൊടുത്തത് ലീബയാണ് എന്നാണ് വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തിൽ അതിനകത്ത് പൈസ കൊടുക്കാനുള്ള ചില വ്യക്തികളാണ് ഇയാളെ ഈ സ്ത്രീയെ കൊണ്ട് വിളിപ്പിച്ചതെന്നാണ് വാർത്ത പറയുന്നത്. ഏമേന്ദ്രൻ്റെ ഭാര്യ കൊടുത്ത പരാതിയിലും അത് തന്നെ പറയുന്നുണ്ട്. ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് ടൗൺ വരെ പോയത്, മടങ്ങി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 2024 മാർച്ച് 21 കോഴിക്കോട് വെച്ച് ഇയാളെ കാണാതെയായി. പിന്നെ ഒരു വിവരമില്ല. 2024 കാണാതായതിനെ തന്നെ പിന്നെ വയനാട്ടിലെ നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് നേരെ വയനാട് വന്നിട്ട് അവിടുന്ന് നീലഗിരിക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു തോട്ടത്തിനകത്ത് ചേരമ്പാടി എന്ന ഒരു സ്ഥലത്ത് ഇയാളെ കൊന്നു കുഴിച്ചിട്ടിരുന്നു. അവിടെ നിന്ന് ഇയാളുടെ ബോഡി റിക്കവറി ചെയ്ത് അതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി. അങ്ങനെ ഇയാളാണെന്ന് ഉറപ്പിച്ച്, ഹേമേന്ദ്രൻ്റെ ബോഡിയാണെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം അതിനകത്ത് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ലീബ ഇയാളെ വശീകരിച്ച് അവരെ കൈ കൊടുത്തിട്ട് കേസായി ഡെഡ് ബോഡി പുറത്ത് വന്നപ്പോൾ അവർ സ്ഥലം വിട്ടു. അവർ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി. ഇപ്പോഴവരെ വിദേശത്ത് നിന്ന് തിരികെ കൊണ്ടുവരികയാണ് പോലീസ്. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ അവർ വന്നപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്തു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എന്തായാലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ പലരും മിസ്സിങ് ആയിട്ടുണ്ട് കേരളത്തിൽ. ഇതുപോലെ അവർ തട്ടിക്കൊണ്ടുപോയി പണ ഇടപാട് അല്ലെങ്കിൽ സ്വർണ്ണ ഇടപാട് നടത്തിയിട്ട് അവരെ കൊന്ന് പല സ്ഥലത്തും കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ ഈ വയനാട്ടുകാരനും അത് തന്നെ സംഭവിച്ചു. അയാളെ കേരളത്തിന് വെളിയിൽ നീലഗിരിക്ക് പോകുന്ന വഴിയിൽ അവിടെ കൊണ്ടുപോയി കൊന്ന് കുഴിച്ചിടുകയായിരുന്നു അവർ ചെയ്തത്. എന്തായാലും മുഖ്യപ്രതിയായ യുവതിയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ ശേഷം അവരെ കോടതിയിൽ ഹാജരാക്കി. ലീബയെ ഇപ്പോൾ റിമാൻഡിലാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ പലരും നടത്തുന്നത് നമുക്കറിയാം. ഇതിനകത്ത് മുഖ്യപ്രതിയായ നൗഷാദ്, അയാൾ സുൽത്താൻ ബത്തേരിക്കാരനാണ്. പുല്ലമ്പി വീട്ടിലെ നൗഷാദിന് ഏകദേശം 33 വയസ്സ് പ്രായമുണ്ട്. അയാളും അയാളുടെ കൂടെ 4-5 പേരും കൂടെ ചേർന്നാണ് ഈ പണം ഇയാളെ ഈടാക്കാൻ വേണ്ടി ഇയാളെ മർദ്ദിച്ച് കൊന്ന് അവസാനം രഹസ്യമായിട്ട് ഇയാളെ കൊണ്ടുപോയി നീലഗിരി വനത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. ഏതായാലും ആ കേസ് ഡിറ്റക്ഷനായി ഈ ലീബ വന്നതോടുകൂടി ആ കേസിൻ്റെ കുറ്റച്ചാർജിൻ്റെ ട്രയൽ ഉടൻ തുടങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.